ചേച്ചിക്കും സന്തോഷമായി. എങ്ങനെ ഞങ്ങൾ നന്ദി പറയണ്ട ഇത്ര വലിയൊരു ഉപകാരം ചെയ്തുകൊണ്ട്. എനിക്കിപ്പോൾ സങ്കടമാണ് വരുന്നത്, ചിരിയാണ് വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതേപോലെ ഇപ്പം എൻ്റെ കഷ്ടപ്പാട് മാറി. ദൈവം കാക്കട്ടെ, രക്ഷിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയും. നേരത്തെ പറഞ്ഞൊന്നില്ലേ? താഴേക്ക് ഓണായി. അടിപൊളി. കത്തി അയ്യ ഞങ്ങൾ പറയുന്നുണ്ട് സാറ് എന്ത് കഷ്ടപ്പെടുന്നു. ഞാൻ വീട്ടിൽ നിന്ന് വരെ ഞാൻ പറയുന്നുണ്ട് സാറ് വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. പേര് വിളിച്ചാൽ മതി. അയ്യോ പേര് മോനെന്ന് വിളിച്ചാൽ മതി. രമേശ് ചേട്ടന് സോളാറും ഇൻവേർട്ടറും ഫിറ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടെ കണ്ട ഒരു പ്രത്യേകതയുള്ള ഒരു പൂമ്പാറ്റേനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പൂമ്പാറ്റയുടെ നിറം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കറുപ്പും അതിൽ ഒരു വെള്ളപ്പുള്ളിയും. അതായത് ഇരുട്ടിൽ പ്രകാശം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വെളിച്ചം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉപമിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിറമാണ് ആ ഒരു പൂമ്പാറ്റയ്ക്ക്. മാത്രമല്ല ഈ ഒരു പൂമ്പാറ്റേനെ പെട്ടെന്ന് ഞാനങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഈ പൂമ്പാറ്റ അവിടെയുള്ള ഇൻവേർട്ടറിൻ്റെ കവറിലും ബാറ്ററിയുടെ കവറിലും അതുപോലെ തന്നെ ആ ഇൻവേർട്ടർ വെക്കുന്ന ആ ഒരു ജനലിൻ്റെ അവിടെയൊക്കെ പോയി ഇങ്ങനെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത് എന്തോ വളരെ ഒരു ദൈവികമായ ഒരു 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 അനുഗ്രഹം ഇതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. സന്തോഷമായെന്ന് പറയാനുണ്ടോ? ഞാൻ എത്ര നന്ദി പറഞ്ഞാലാ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആർളം ഫാമിലാണ്. രമേശൻ്റെ വീടിൻ്റെ പരിസരത്താണുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ രമേശൻ്റെ കിണറുപണിയുടെ കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കിണറുപണി ഇപ്പോൾ എന്തായെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിണറുപണിയുടെ പണി നമ്മൾ അടുത്ത ദിവസം തന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യും. നമുക്കത് കിണർ വെള്ളം മൊത്തം വറ്റിക്കണം. കിണറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമായി. അപ്പോൾ ആ വെള്ളം മൊത്തം വറ്റിക്കണം. അതിനുള്ള ഒരു തടസ്സം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ജനറേറ്റർ മോട്ടറൊക്കെ റെൻറ്റിന് എടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു പരിപാടി നടത്താനായിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തുടങ്ങും. അത് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കണം. അത് പണിക്കാരെ കിട്ടുന്നതിൻ്റെ ഒരു ഇഷ്യൂവും കല്ലിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഒക്കെയാണ് നമ്മൾ ഇച്ചിരി ഡിലേ ആയിപ്പോയത് കേട്ടോ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്, നമ്മൾ ഇതിനു മുന്നേ നമ്മൾ സംസാരിച്ചിരുന്നു അവർക്ക് കറണ്ടിൻ്റെ ഒരു കാര്യം നമുക്ക് സ്പോൺസർ വന്നിട്ടുണ്ടെന്നുള്ളത്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബിനോജ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. സൗദി അറേബ്യയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ചേട്ടനാണ്. നമ്മുടെ ഈ വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും ഇങ്ങനെ സഹായിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇങ്ങനെയൊരു വിഷയം വന്നപ്പോൾ ഞാൻ അവരെ അറിയിച്ചതും ഈ നമുക്ക് കറണ്ടിൻ്റെ കാര്യം ചെയ്യാമെന്ന് ആ ചേട്ടൻ ഏറ്റതും കേട്ടോ. അപ്പോൾ ഏതായാലും ബിനോജ് ചേട്ടനാണ് നമുക്ക് ഈ ഒരു കാര്യം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ അവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സോളാറാണ്. സോളാർ പാനലും അതുപോലെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സോളാറിൽ മൊത്തം പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ, അതാകുമ്പോൾ അവർക്ക് കറണ്ട് ബില്ലും കൊടുക്കേണ്ട, അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ ഇത് പരിപാടി നടത്താനായിട്ട് പോകുന്നത്. സോളാറിൻ്റെ പാനലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചു കഴിഞ്ഞു. 1100 പാനലാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ. 2 പാനലുണ്ട്. അതുപോലെ തന്നെ ഇൻവേർട്ടറുണ്ട്, ബാറ്ററി ഉണ്ട്. ലിഥിയം ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് തന്നെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വയറിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. കാരണം അവർ വീട് വെച്ചതിന് ശേഷം അവർ കറണ്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വയറിങ് പക്കയാണെന്നുള്ളത് നമുക്ക് കറണ്ട് പാസ് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അത് ഇന്ന് കറണ്ട് പാസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ വയറിങ് റീവയർ ചെയ്യണോ എന്നുള്ള കാര്യം കൂടെ നമുക്കറിയാനായിട്ട് ചിലപ്പോൾ വേണ്ടി വരും. കാരണം പുറത്തൊന്നും ബൾബ് ഇടാനുള്ള ഹോൾഡറൊന്നും ഇല്ല. അപ്പോൾ അതും കൂടെ ഇങ്ങനെയുള്ള ആനയൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടെ ആയതുകൊണ്ട് അതും കൂടെ ചെയ്ത് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഏതായാലും ഇപ്പോൾ സോളാറിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വന്നപ്പോൾ ഒരു ഇച്ചിരി ലേറ്റായി. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. സോളാറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വൈറ്റിനുള്ളിൽ അവർക്കൊരു ബൾബ് തെളിഞ്ഞ് കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ ഈ വർക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏതായാലും രാവിലെ അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എത്തിയപ്പോഴത്തേക്കും ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതായത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ വർക്ക് ഫുൾ സ്വിങ്ങിൽ തന്നെ നടക്കുന്നുണ്ട്. അവർ ഇന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അവർക്കും വെല്ലുവിളികളുണ്ട്. കാരണം കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഭിത്തിയൊക്കെ തുളയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയൊരു റിസ്ക്കുള്ള പരിപാടിയാണ് അവരെ സംബന്ധിച്ച്. ഭിത്തിയൊക്കെ അവർ കൈകൊണ്ട് തന്നെ തുളയ്ക്കുകയാണെന്നാണ് എനിക്കിപ്പോൾ അറിഞ്ഞത്. അവർ അങ്ങനെ ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ വെട്ടുകല്ല് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നത് കഴിഞ്ഞ 2 ദിവസമായിട്ട് അവർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചെളിയും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ അത് കയറ്റി തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇത്രയും ദൂരം ചുമന്ന് കയറ്റാമെന്ന് പറഞ്ഞാൽ അത് ഒരു റിസ്ക്കുള്ള പരിപാടിയാണ്. ഒരു മനുഷ്യരാണ്, അപ്പോൾ അവർക്കും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഇപ്പം അത് നമുക്ക് അഡീഷണൽ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസ്റ്റ് നമുക്ക് അതിനകത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങളൊക്കെ കണ്ടതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വെട്ടുകല്ല് ലോറി കുടുങ്ങി പോവുകയും പിന്നെ അത്
വെട്ടുകല്ല് വഴിക്ക് ഇറക്കേണ്ടി ചെയ്യുന്ന സാഹചര്യമൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, വഴിക്ക് വെച്ചിട്ട് വെട്ടുകല്ല് പിന്നെയും എടുത്ത് കയറ്റേണ്ട ഒരു സ്ഥിതി വന്നു. ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ വരുമ്പോഴും അവിടെ വെട്ടുകല്ല് കയറ്റുന്നുണ്ട് കേട്ടോ. ഓരോരോ കല്ലായിട്ട് ഈ 3 പേര് ഇത്രയും ദൂരം ചുമന്ന് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക്കാണ് നമ്മൾ കണ്ടത്. ഏതായാലും നമ്മളപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് അന്ന് വെട്ടുകല്ല് ഇറക്കിയതും കാര്യങ്ങളൊക്കെ, വണ്ടി തെന്നിപ്പോയ കഥയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പം 3ാമത്തെ ദിവസം ഇവർ കയറ്റി തീരാൻ പോകുന്നത് കേട്ടോ. ഓരോരോ കല്ലിങ്ങനെ കയറ്റി ഞാനിങ്ങനെ നോക്കുമ്പോൾ അന്ന് ആദ്യത്തെ ദിവസം ഉച്ചയായപ്പോൾ 70 കല്ലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു 140 കല്ലൊക്കെ മാക്സിമം പോയിട്ടുണ്ടാവുള്ളൂ. ഇതേപോലെ ചെളി ആയതുകൊണ്ട് തന്നെ അത്ര സ്പീഡിലൊന്നും അവർക്ക് പോകാനായിട്ടും പറ്റിയല്ലോ കേട്ടോ. നമുക്ക് അവരെ അധികം ഫോഴ്സ് ചെയ്യാനായിട്ടും സാധിക്കില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടോ അവിടെ എത്തണം. നമ്മുടെ സോളാർ അവിടെ പാനൽ പിടിപ്പിച്ച് കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോവുകയാണ്. എന്താണ് മൊത്തം ചെളിയാണ് കേട്ടോ, കംപ്ലീറ്റ് ചെളിയായി, ചെളിക്കുളമായി എന്ന് പറഞ്ഞാൽ മതി. ലോറി അവിടെ എത്തുമായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകുതി ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളാണ്. ഇതൊക്കെ അങ്ങനെ നടക്കും. രാവിലെ വന്നാ പിന്നെ ഇവർക്ക് കറണ്ട് കിട്ടും കേട്ടോ. ഈ വീട്ടിലൊരു വെളിച്ചം കിട്ടും, കറണ്ടല്ല വെളിച്ചം കിട്ടും എന്ന് പറയുന്നതാണ് നല്ലത്. കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ KCB കറണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അതല്ല, വെളിച്ചം കിട്ടും കേട്ടോ. രാവിലെ തുടങ്ങിയായിരുന്നോ? ആണല്ലേ. മഴയത്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. മഴ ഈ 2 ദിവസം മഴയായിപ്പോയതാണ് ഇത്രയും ഡിലേ ആയിപ്പോയി. അല്ലെങ്കിൽ ഇത് ഇന്നലെ തീരേണ്ടതായിരുന്നു. മഴയത്ത് ഇവർ ചവിട്ടുമ്പോൾ ഈ പുല്ലായതുകൊണ്ട് തെന്നി പോകട്ടോ. ഈ കല്ലടക്കം ഇവർ തെന്നി വീണ് കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് നോർമലായിട്ട് അവർ മഴയില്ലാത്തപ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ചെയ്യാതാ മതി എന്ന് ഞാൻ പറയുകയും ചെയ്തു കേട്ടോ. ഏതായാലും വെട്ടുകല്ലിലൂടെ എത്തിച്ചിട്ടുണ്ട്. നമ്മളിനി ഒരു ലോഡും കൂടെ വെട്ടുകല്ല് വരുന്നുണ്ട്. അത് നാളെ മറ്റന്നാളായിട്ടെത്തും. ഏതായാലും നമ്മുടെ സോളാറിൻ്റെ കണക്ഷൻ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതായത് സോളാറിൻ്റെ പണി ഇവിടെ തുടങ്ങി കേട്ടോ. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിണറൊന്ന് പോയി നോക്കട്ടെ എന്താ സ്ഥിതിയെന്ന്. ഭയങ്കര മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഈശ്വര, കിണറ്റിലെ വെള്ളം പിന്നെയും പൊങ്ങി കേട്ടോ. അത് നമ്മൾ പ്രതീക്ഷിച്ചൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത്രയും പൊങ്ങുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഇനിയിപ്പോൾ ഇത് മൊത്തം അടിച്ച് കളഞ്ഞിട്ട് വേണം നമുക്കിത് ഇതിൻ്റെ അകത്തേക്ക് കല്ലിറക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ കിണറ്റിലെ അവസ്ഥ ഇതാണ്. 1 2 3 4 5 6 കോല് വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 5 കോല് വെള്ളം ഇതിൻ്റെ അകത്ത് പായി. ഏതായാലും നമ്മുടെ വെട്ടുകല്ല് ഇവിടെ മഴയൊക്കെ പെയ്തപ്പോൾ അതിൻ്റെ തനി നിറം കാണാനായിട്ട് തുടങ്ങി കേട്ടോ. ആദ്യം വന്നപ്പോൾ ഇങ്ങനെ ഈ ഒരു നിറത്തിലായിരുന്നു. വെട്ടുകല്ല് ഇത്ര എത്തിച്ചിട്ടുണ്ട് കേട്ടോ. വീണ്ടും ചുമന്നുകൊണ്ട് വരുന്നുണ്ട് വെട്ടുകല്ല്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അങ്ങ് ദൂരെ ആനമതിലിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നത്. നമുക്ക് ഏതായാലും മുകളിലൊന്ന് കയറി നോക്കാം കേട്ടോ. മുകളിലേക്ക് എങ്ങനെ പോവാ? ഇല്ലയോ? ഏതായാലും നമ്മുടെ സോളാർ പാനൽ പിടിപ്പിച്ചിരിക്കുന്നതൊന്ന് കാണാനായിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ഇതിലെയാ? ഷീറ്റ് പറഞ്ഞു പോയാ? ഭയങ്കര കാറ്റായിരുന്നല്ലേ. വീടിൻ്റെ പുറവശം പാനൽ നമ്മളിവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തേക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. കോൺക്രീറ്റ് ചെയ്യണം, എങ്കിലേ അതിനൊരു ബലം കിട്ടുള്ളൂ. ഒടിഞ്ഞു പോവോ? ഇതാണ് കേട്ടോ പാലം. ഇതിൽ പൊക്കോ എന്ന് പറഞ്ഞ ഫോണല്ലേ. പാനൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ കേട്ടോ. പാനൽ
എന്താ സംഭവം ഇതാണ്. വാരി എന്ന് പറയുന്ന കമ്പനിയുടെ പാനലാണ് കേട്ടോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റാണ്. ഇത് ചുവന്ന് കയറ്റാൻ തന്നെ നല്ല പാടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട മറ്റൊരു പരിപാടി ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നത് കോൺക്രീറ്റ് തുളച്ചില്ല. കോൺക്രീറ്റ് തുളയ്ക്കണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ കറണ്ട് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വലിയ പ്രയാസമാണ് ഇവിടെ കോൺക്രീറ്റ് തുളയ്ക്കലും പരിപാടിയൊക്കെ. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കണം. ഇനിയിപ്പം നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കാലേക്കൂടെയൊക്കെ ഒന്ന് ആക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു ബലം കിട്ടും കേട്ടോ. അതാണ് നമ്മളിനി ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഏതായാലും പാനൽ പിടിപ്പിച്ച് കഴിഞ്ഞു, താഴേക്ക് കണക്ഷൻ വിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇൻവേർട്ടർ ഒന്ന് പിടിപ്പിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം പൂർത്തിയാകും. ഇത് വൈകിട്ട് വരെയൊന്നും പോകുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അതിന് മുന്നെയൊക്കെ പണി തീരുമെന്നാണ് തോന്നുന്നത്. ഇവരിടയ്ക്ക് ആനയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുക കേട്ടോ, നിൽക്കാറുള്ളതാണ്. രമേശ് ചേട്ടാ, ഓ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? കിണറിൻ്റെ പണി തീർന്നു, പിന്നെ സോളാർ ഇന്ന് പിടിപ്പിക്കുന്നുണ്ട്. കറണ്ട് കിട്ടും അല്ലേ? കറണ്ട് ആയി, വളരെ സന്തോഷമുള്ള കാര്യം. നോക്കിയാലേ കത്തിച്ച് നോക്കിയാലേ? ഇല്ല ഇല്ലല്ലോ. ഇല്ലല്ല. ഏതായാലും ഇത് എങ്ങനെ നിങ്ങൾ തന്നെയാണോ ഈ പാനൽ മുകളിൽ എത്തിച്ചേ? എത്തിച്ചല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ ഈ മഴയായതുകൊണ്ട് മഴ ആയതുകൊണ്ട് ഇപ്പം അത് തേക്കാൻ പറ്റില്ല. മഴ ഒരു മാറുന്ന ദിവസം നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലേ? ഇപ്പം തേച്ച് നോക്കി പിടിക്കുന്നില്ല. കല്ല് പറന്നു പോവോ? ഇല്ലായിരിക്കും. പറന്നു പോയാലായിരിക്കും. പറന്നൊന്നും പോകുന്നില്ല. അത് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. അതെ അതെ, ഉറപ്പിച്ചിട്ടുണ്ട്. കല്ലേലും ഉറപ്പിച്ചിട്ടുണ്ട്. കല്ല് ഉറപ്പിച്ച് പിന്നെ ഇത് കണ്ട് ഇതൊക്കെ ആണിയിട്ട് അത് ശരിക്കും ഇത് ഇട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ആക്കിയിട്ടുണ്ടല്ലേ? പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പാനൽ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഇൻവേർട്ടറും മറ്റ് സാധനം ബാറ്ററിയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കറണ്ട് എത്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് കറണ്ടും കൂടി ആയി കേട്ടോ. സന്തോഷമായി ചേട്ടാ? സന്തോഷമായെന്ന് പറയാനുണ്ടോ? ഞാൻ എത്ര നന്ദി പറഞ്ഞാലാ. ഇതൊക്കെ ഈ സോളാറിൻ്റെ പരിപാടി ചെയ്തതെന്ന് ആരാന്നറിയോ? ബിനോജ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ബിനോജ് ചേട്ടൻ സൗദി അറേബ്യയിലാണ്. അപ്പോൾ പുള്ളിയാണ് ചെയ്തത്. സോളാറിൻ്റെ ആൾക്കാർ വേറെ കേട്ടോ. അപ്പോൾ ആ ചേട്ടനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞ പാടെ പുള്ളി അത് ചെയ്ത് കൊടുക്കാമെന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിയാണ് നമുക്ക് ഇതിനു വേണ്ടി പൈസയൊക്കെ മുടക്കിയേക്കുന്നത്. പിന്നെ നമുക്ക് താഴത്തെ വയറിങ്ങും കാര്യങ്ങളും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് വയറിംഗ് ഒക്കെ മാറ്റാം കേട്ടോ. എല്ലാം ചെയ്ത് ലൈറ്റൊക്കെ പിടിപ്പിച്ച് സെറ്റപ്പ് ആക്കാം കേട്ടോ. പിന്നെ ഇപ്പം കിണറിൻ്റെ പണി എന്താ നമുക്ക് ചെയ്യാം? കിണറിൻ്റെ പണി ഞാൻ പറയുന്നത് പിന്നെ അടി കെട്ടിലവിടെ നിൽക്കട്ടെ. മോള് മാത്രം കെട്ടി തേക്കാം. മോള് കെട്ടി തേച്ചാൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഇറങ്ങാൻ പാടാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറേ വെള്ളമുണ്ട്. അതിന് വേണ്ടി മോട്ടർ ഇവിടെ കയറ്റി കൊണ്ടുവരണ്ടെങ്കിൽ. അല്ല, മോട്ടർ നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം കീപ്പിളിൽ പോയി അന്വേഷിച്ചായിരുന്നേ. നമുക്കൊരു ജനറേറ്റർ കൊണ്ടുവരാൻ പറ്റും. ജനറേറ്റർ കൊണ്ടുവന്നിട്ട് ആ ജനറേറ്ററിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് മോട്ടർ വർക്ക് ചെയ്യുക. എന്നിട്ട് വെള്ളം മൊത്തം വറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അടിയത്തെ കെട്ടി തീർക്കണം. ഒരു ദിവസം കൊണ്ട് കെട്ടി തീർന്നതിൻ്റെ ഏകദേശം ഒരു കോല് പൊക്കത്തിൽ കെട്ടിയാൽ മതി. ബാക്കി അതിൻ്റെ മുകളിലോട്ട് കല്ലാണല്ലോ. അതിൻ്റെ താഴെ ഒരു കോല് കെട്ടിയാൽ മതിയോ? ഒരു കോല് കെട്ടിയാൽ മതി. ഒരു ദിവസം കെട്ടി ഒരു ദിവസത്തെ പണിയെടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിൽ കല്ലാണ്. പിന്നെ അത് മൊത്തം കെട്ടി കയറ്റൊന്നും വേണ്ട. ഇതിനൊക്കെ ഇത്രയും പൈസയുടെ മാത്രമല്ല, അവർ ചെയ്ത് വരുമ്പോഴേ അവർക്ക് അത് കുറെ നാൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തോളാനാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നമുക്കതിൽ ബുദ്ധിമുട്ട് വരരുത്. അപ്പൊ എന്താ പറയുന്നത്, ഒരു കോല് കെട്ടിയാൽ മതി എന്നാണ്? ഒരു കോല് കെട്ടിയാൽ ഒരു ദിവസത്തെ പണി. ഒരു ദിവസം കൊണ്ട് 2 കോല് കിട്ടാൻ പറ്റൂ. അതാ പറഞ്ഞു അങ്ങനെ ചെയ്തോ. നമുക്ക് ഒരു ലോഡ് കല്ലും കൂടെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ലോഡ് കല്ലും കൂടെ നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അത് നോക്കണ്ട. ഇനിയിപ്പോൾ പൈസ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് സംഭവം വൃത്തിയായിട്ട് വരണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നിന്റെ പണി തീർക്കണം. തിങ്കളാഴ്ചത്തേക്ക് പണിക്കാരെ കിട്ടുമോ? കിട്ടും.
അങ്ങനെയാണെങ്കിൽ മോട്ടറും സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് രാവിലെ കൊണ്ടുവരാം. ആയിക്കോട്ടെ. ജനറേറ്ററൊക്കെ എടുത്ത് അതിൻ്റെ അന്ന് കറണ്ട് അടിച്ച് വെള്ളം മൊത്തം വറ്റിക്കാം. വറ്റിച്ചിട്ട് ടപ്പേന്ന് എല്ലാവരും താഴെ ഇറങ്ങുക, അല്ലെങ്കിൽ 1-2 പേരെ താഴേക്ക് ഇറങ്ങുക, പെട്ടെന്ന് പെട്ടെന്ന് കല്ലെടുത്ത് കൊടുക്കുക. അവിടെ തേക്കേണ്ട ആവശ്യമൊന്നുമില്ലോ, വേണ്ട, അടിക്കടിക്ക് വെച്ചാൽ ഈ കല്ല് സ്പീഡിൽ അടുക്കി വെച്ചാൽ മതി. അപ്പൊ നമുക്ക്, കാരണം ഇത് എന്താണെയോ, ചിലപ്പോൾ ഉറവ വെള്ളമുണ്ട്, പെട്ടെന്ന് വെള്ളം പിന്നെയും വരും. അപ്പൊ അതിന് മുന്നേ നമ്മൾ അടുക്കി തീർക്കണം. തീർത്ത് വെച്ചിട്ട് വേണം നമ്മളിത് മുകളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ പണി. അതെ, 2 പ്രാവശ്യം മോട്ടർ അടിക്കണമെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ അടിക്കാം. നമ്മളെന്തായാലും ഒരു ദിവസത്തേക്ക് വാടക എടുക്കുന്നത്, കുഴപ്പമില്ല, അത് മതി, ഒറ്റ ദിവസത്തെ പണി. അപ്പൊ അങ്ങനെ ചെയ്യാം. പക്ഷെ അപ്പൊ എന്നാന്ന് പറഞ്ഞോ, എല്ലാരും കൂടെ കൂടണം. മേനക്കെട്ടാലേ ഈ പരിപാടി അന്ന് തീരും. പിള്ളേരിലുണ്ടല്ലോ എനിക്ക് ഏറ്റവും റിസ്ക് ആയിട്ട് തോന്നുന്ന പരിപാടി അതാ. വെള്ളം അടിച്ച് 2 താഴെ മതി. കല്ല് ഞങ്ങൾ ഇറക്കി കൊടുത്തോളൂ. കല്ല് ഞങ്ങൾ ഇറക്കി കൊടുക്കും. 2 പിന്നെ താഴെ നിന്നോട്ടെ. ഓക്കെ. അത് 2 ഒരു ദിവസത്തെ കിണറില്ല പണി. അപ്പൊ പണിക്കാർ കൂടുതൽ വേണമെങ്കിലും എല്ലാം ആക്കിക്കോണം കേട്ടോ. തിങ്കളാഴ്ചത്തേക്ക് നമുക്ക് പണിക്ക് ബുദ്ധിമുട്ട് വരരുത്, ഒരു ദിവസം കൊണ്ട് തീരണം. ആയിക്കോട്ടെ. കാരണം നമുക്ക് ഇനി വേറെ ഒരു ദിവസം ഇതിനു വേണ്ടി കിട്ടൂല. കാരണം വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവന്നല്ലേ, ദിവസത്തെ പണി. അതാ പറഞ്ഞേ, വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവരുന്നോണ്ടേ അന്ന് തന്നെ നമ്മൾ ഈ പരിപാടി തീർക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏകദേശം ആ കല്ലിന്റെ താഴെ ഒരു 1.5 കോൽ മാത്രല്ലേ മണ്ണുള്ളൂ, അത്രല്ലേ കെട്ടണ്ടു. ബാക്കിയെല്ലാം കല്ലല്ലേ. ഒറ്റ ദിവസം കൊണ്ട് അത് തീരും. ഈ കല്ല് കൊണ്ടുവരുന്നത് അങ്ങ് തീരുന്നില്ലല്ലേ. അത് ഉച്ചവരെ ഇവർ എടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയാ. മഴയാകുമ്പോ പിന്നെ കല്ലും കൊണ്ട് വരവും ഇത് ഉച്ചവരെ അവരെടുത്തു. ഇനിയിപ്പോ അത്രേ ഉള്ളൂ, അവര് ഇന്ന് അത് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ നമുക്ക് 1 ലോഡും കൂടെ എടുത്താലും ഇവരെ തന്നെ വിളിക്കണം കേട്ടോ. അതും കൂടെ ഇങ്ങോട്ട് ചൊന്ന് കയറ്റണം. ഇനി ആ വണ്ടി എങ്ങനെയും ഇവിടം വരെ എത്തുക. അവിടെ മാത്രമേ പ്രശ്നമുള്ളൂ. അവിടെ നമുക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് കല്ലില്ല, ഈ കല്ലുണ്ടാകുന്ന ഈ കല്ലൊക്കെ നിരത്തിയിട്ടേ ഇനി കുടുങ്ങാത്ത രീതിയിൽ പെട്ടെന്ന് നമുക്ക് വണ്ടി ഇവിടെ എത്തിക്കണം. എങ്ങനെയും ഇവിടെ എത്തിക്കണം. നമുക്ക് അത്രയും പണി കുറഞ്ഞു. ആയിക്കോട്ടെ. ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇത്രയും കയറ്റിയാൽ ഇത്ര മതി. അതെ. അപ്പൊ അങ്ങനെ ചെയ്ത് കിട്ടാനാണ് നമുക്ക് മാക്സിമം നോക്കണം കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ ഏതായാലും അത് ഈ അടുത്ത ദിവസം ഞാൻ ഇന്നിപ്പോ പറയും, കല്ലിന് പറയും. അപ്പൊ മിക്കവാറും നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് കല്ല് വരും. ആയിക്കോട്ടെ. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിന്റെ പണി തീർക്കണം. കുറെ നാളായി തുടങ്ങിയിട്ട് ഇപ്പൊ. അയ്യോ, ഞങ്ങൾ പറയുന്നുണ്ട് സാറ് എന്ത് കഷ്ടപ്പെടുന്നു. ഞാൻ വീട്ടിൽ നിന്ന് വരെ ഞാൻ പറയുന്നുണ്ട്, സാറ് വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. പേര് വിളിച്ചാൽ മതി. അയ്യോ, പേര് മോനെന്ന് വിളിച്ചാൽ മതി. അപ്പോൾ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഞങ്ങൾ നമ്മളിത് കാണിച്ചു പോയില്ലേ. പിന്നെ ഇപ്പൊ ഇത് ചെയ്ത് കാണിക്കും, എല്ലാരും ഇത് നോക്കിയിരിക്കുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്ത് കൊടുത്താലേ സാധനം നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പുറകെ നിന്നെന്ന് മാത്രം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്റെ കുറെ പണി ഇപ്പൊ അതുകൊണ്ട് എന്റെ കുറെ പണി ഇങ്ങനെ പോയി. കാരണം ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നതാണല്ലോ. അപ്പൊ എനിക്ക് വയനാട്ടിലൊക്കെ ഒത്തിരി സംഭവം എടുക്കാൻ പറ്റാണ്ട് പോയി. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ ഇങ്ങോട്ട് വരുന്നോണ്ടേ. അപ്പൊ എന്നാലും അത് ഞാൻ വലിയ നഷ്ടമായിട്ട് കാണുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയല്ലേ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിത് പൂർത്തിയാക്കണം. ഇന്നിപ്പോ കറണ്ട് കിട്ടുമല്ലോ, ഇന്നിപ്പോ നിങ്ങൾക്ക് വെളിച്ചമാവും. അപ്പൊ ഇന്ന് മുതൽ ഇപ്പൊ മൊബൈൽ ചാർജ് ചെയ്യാൻ വേറെ വീട്ടിലൊന്നും പോണ്ട. ചാർജും ഇല്ല, മൊബൈലിനകത്ത് പൈസ ഞാൻ കയറ്റി തന്നാളാ, അത് നോക്കണ്ട. നമുക്ക് ഇന്ന് മുതൽ നിങ്ങൾ ചാർജ് ചെയ്യാൻ ഇങ്ങനെ വേറെ വീട്ടിലൊന്നും പോണ്ട കേട്ടോ. നമുക്ക് എല്ലാം റെഡിയാക്കാം. ഓക്കെ. പിന്നെ ആനയൊക്കെ ഈ ദിവസങ്ങൾ ആന മെഞ്ഞാന്ന് വന്നായിരുന്നു. മെഞ്ഞാന്ന് അങ്ങ് അവിടെ തൂറ് വെച്ചിട്ട് പോയി. ഇത് അടിച്ചേരോ വെളുപ്പിന് ഇതടിച്ചാലും ഞാൻ പുറത്തിറങ്ങി, അതിലേ ഞാൻ കടന്നു പോകുന്നുണ്ട്. ഇത് അടിക്കുന്നുണ്ടല്ലേ? ഇത് അടിക്കുന്നുണ്ട്, രണ്ടും അടിക്കുന്നുണ്ട്. അതന്നെ, അതറിഞ്ഞാൽ മതി. ആന എന്തായാലും ഇങ്ങോട്ട് കയറുന്നില്ലല്ലോ. ഇല്ലല്ല, ഇങ്ങോട്ട് കയറുന്നില്ല. അതിന് നല്ല വെട്ടമുണ്ട്. അതിന്റെ പുതിയനല്ലേ? അതിന് നല്ല വെളിച്ചമുണ്ട്. അതുകൊണ്ട് വലിയ ഇതിന് ഇങ്ങോട്ട്. അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, നമ്മളിതേ ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം രാത്രി നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ. കുമാർ രാത്രി എത്ര പ്രാവശ്യം ഇത് അടിക്കുന്നുണ്ടാവും? സുമാർ അത് പിന്നെ മാന് വന്നാൽ എന്ത് സാധനം വന്നാൽ നേരെ വെളുക്കുന്നിടം വരെ അടിക്കുന്നുണ്ട്. എന്തായാലും ഒരു 10-20 പ്രാവശ്യം അടിക്കുന്നുണ്ട്. ഉണ്ട്. 2-3 ദിവസം നേരം വെളുക്കുന്നിടം വരെ അടിക്കുന്നുണ്ട്. അപ്പോൾ 10-20 പ്രാവശ്യമൊക്കെ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. ഈ 10-20ൻ്റെ കണക്ക് ഇത് ചേട്ടനിച്ചിരുവിൻ്റെ എന്നോട് സംസാരിച്ചു തന്നെ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 10-20 പ്രാവശ്യം അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ മൃഗങ്ങൾ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. അത് ആനയായിട്ടും മാനായിട്ടും മ്ലാവായിട്ടും കാട്ടുപന്നിയായിട്ടും ഒക്കെ. അപ്പം അത്രത്തോളം മൃഗങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും വളരെ സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ. വിനോദ് ചേട്ടനാണ് നമുക്ക് ഇതിനു വേണ്ടി സഹായിച്ചത്. പറയാതിരിക്കാൻ പറ്റില്ല, എടുത്തെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ചേട്ടൻ്റെ ഒരു സഹായം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ഒക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്കിനി ബാക്കി പരിപാടിയും കൂടെ പൂർത്തിയാക്കാം.
വാറണ്ടി പേപ്പറേ സൂക്ഷിച്ച് എടുത്ത് വെച്ചോ കേട്ടോ. ആധാരവും നിങ്ങളുടെ ആധാറൊക്കെ വെക്കുന്ന കൊടുത്തി അതുപോലെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഇത് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടിയില്ല കേട്ടോ. വാറണ്ടി ഉള്ള 5 വർഷം വാറണ്ടി ഉള്ളതാണ് കേട്ടോ. ഇതില്ലെങ്കിൽ പിന്നെ അവരൊന്നും ചെയ്യില്ല കേട്ടോ. വാറണ്ടി പേപ്പറാണ് കേട്ടോ. പട്ടിക്ക് പാവം അതിൻ്റെ കൂട്ടുകാരൻ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമത്തിലാട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേട്ടാണ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ആൺപട്ടി ഉണ്ടായിരുന്നു. ഇത് പെൺപട്ടിയാണ്. ആൺപട്ടിയെ പെരുമ്പാമ്പ് പിടിച്ച കാര്യമൊക്കെ നമ്മൾ കേട്ടാണ്. ആ വീടിൻ്റെ അവിടെ വെച്ചിട്ടാണ് പിടിച്ചത് കേട്ടോ. വളരെ ദാരുണമായ സംഭവമായിപ്പോൾ. ഇവർക്ക് ആപ്പാട് വീടിന് കാവലുണ്ടായിരുന്ന 2 പട്ടികളായിരുന്നു. മറ്റേ പട്ടിയാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം വിവരം അറിയിക്കുന്നത് ആ ഒരു പട്ടിയായിരുന്നു. പക്ഷേ അതിനെ പെരുമ്പാമ്പ് പിടിച്ചു പോയി കേട്ടോ. ആനയുണ്ടാ? അവിടെ നിന്ന് എന്തോ ആൾക്കാർ പോകുന്ന ഒച്ച കേൾക്കുന്നത്. അതുകൊണ്ട് ആനയുണ്ടോ നോക്കിയതാ കേട്ടോ. ഇതൊക്കെ എപ്പോഴും നമ്മൾ നോക്കി കണ്ടൊക്കെ നിൽക്കണം. എപ്പോഴും ചുറ്റുപാടും ഒരു ശ്രദ്ധയൊക്കെ വേണം ഇവിടെ. അതെന്താ സാധനം? അത് എന്താ? DC AC ആക്കുന്നല്ലേ? ഇത് ലിഥിയം ബാറ്ററി ആയിരിക്കും അല്ലേ? ലിഥിയം ബാറ്ററി കേട്ടോ. നിലത്തിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിലത്തിരുന്ന എന്തെങ്കിലും ഇതിനകത്ത് ചൂടാവും അല്ലേ? ഇതിന്റെ അകത്ത് കറണ്ട് ഇതിലേക്ക് വന്നിട്ട് ഓക്കെ. അത് 24 വോൾട്ടാണ് വരുന്നത്, 50 വോൾട്ടാണ് വരിക. ഇതിനെ 12 വോൾട്ട് ആക്കിയിട്ട് ഇതിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജ് കയറ്റിക്കൊണ്ടു. മനസ്സിലായോ? 12 വോൾട്ട് ആക്കിയിട്ട് ഇതിനകത്ത് ചാർജ് കയറണം. അതിന് ആവശ്യാനുസരണം കയറുള്ളൂ നമ്മുടെ കറണ്ടിലൊക്കെ ചാർജ് ആകുമ്പോൾ. അല്ലാതെ ഇത് കൊടുക്കാതെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, കാരണം വോൾട്ട് അധികമാണ്. മനസ്സിലായോ? ഇത് മറ്റേ അതിന്റെ എന്താ സാധനം? ഇൻവേർട്ടർ അല്ലേ? അതിൽ നിന്നാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്. അല്ല ഇൻവേർട്ടറേ നിലത്തിരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന വെട്ടുകല്ല് തന്നെ അതിന്റെ പുറത്ത് കയറ്റി വെച്ചാലോ? വേണ്ടല്ലേ? പല വെച്ചാൽ മതില്ലേ? എന്താ മറ്റേ ചേട്ടൻ്റെ മോൻ കിടന്നുകൊണ്ടിരുന്ന ആ ഒരു പലകയുണ്ട്. ആ പലകയിലാണ് മോൻ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പലക ആണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ അകത്ത് വെച്ചാൽ മതി. ഇതിന് എർത്ത് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അല്ലേ? ഓഫ് ഗ്രിഡിന് വേണ്ടല്ലേ? ഇതിന്റെ പുറത്ത് വെള്ളമൊന്നും വീഴരുത് കേട്ടോ. വെള്ളം വീഴില്ല. നനഞ്ഞിറങ്ങുന്നതാണോ? ഇല്ലല്ല, അത് ആ ഫസ്റ്റില് പണിയെടുത്ത നേരം ഉള്ള ഇത് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ലല്ല, കുഴപ്പമില്ല. ചെറിയായോ? ഇനിയിപ്പം മറ്റേ ലോഡാക്കാം, ലോഡാക്കാം. അവിടെ കിട്ടുന്നത് ചുറ്റി കൊണ്ട് തന്നിട്ടില്ല പോകണ്ടേ. ഇൻവെർട്ടർ ഇവിടെ വേണ്ട പിള്ളേരെല്ലാം തട്ടിയിടുവോ? ഇല്ലല്ല, ഇവിടെ പിള്ളേരില്ല, വലിയ ആൾക്കാരുള്ളൂ. അത് റേഷൻ പിടിയെ പോകുന്നുണ്ട്. രണ്ടെടുത്തോ? വന്നേ വന്നോ? കിട്ടിയോ? അല്ല, ഇവിടുന്ന് ന്യൂട്രൽ പൈസ മാറിപ്പോ. നമ്മളങ്ങനെ ഓണാക്കാൻ പോവാട്ടോ. ഓണാക്കിയേ.
സ്വിച്ച് എല്ലാം ഇട്ടോ. ആ അടിപൊളി. ആ കത്തി കത്തി. ലൈനുണ്ട്. ലൈനുണ്ട്. ലൈൻ എല്ലായിടത്തും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബൾബൊന്നും ഉപയോഗിക്കരുതേ. സംഭവം വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഫാന് വർക്ക് ചെയ്യുന്ന ഒച്ചയായിട്ട് കേൾക്കുന്നു. ഫാന് വർക്ക് ചെയ്യുന്നുണ്ട്, ഒച്ച കേൾക്കുന്നു. സംഭവം വർക്കിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ കേട്ടോ. മൊബൈൽ കുത്തിയോ? ചാർജ് ആകുന്നില്ല? മൊബൈൽ ചാർജ് ആകുന്നുണ്ട് കേട്ടോ. ഇതിന് എപ്പോഴും റേഞ്ചിൻ്റെ പ്രശ്നമല്ലേ ഇത്? ജിയോയ്ക്കല്ലേ ഇവിടെ റേഞ്ച് ഉള്ളൂ? മറ്റേ ഫോൺ വേണമല്ലേ? മറ്റേ സൈസ് ഫോൺ വേണമല്ലേ? സ്മാർട്ട് ഫോൺ. നമ്മുടെ ആയില്ലേ? ഇതിന് പുറത്താണ് ചെറിയ തുണി ഇട്ടാണ് പൊടിയൊന്നും വീഴാതെ. അതിന്റെ പുറത്ത് വെള്ളവും സാധനങ്ങളൊന്നും കൊണ്ടുപോയില്ല. അങ്ങനത്തെ ഒന്നും ഇവിടെ വരാനില്ല. അങ്ങനല്ല ഞാൻ പറയാം. ഇല്ല ഒന്നും പറ്റില്ല. അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഭാവിയിൽ എപ്പോഴേലും ഇവർക്ക് കറണ്ട് കിട്ടുവാണെങ്കിൽ ഇത് ഓൺ ഗ്രിഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ അതും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും അവർക്ക് ഇതെങ്ങനെ പോയാലും അവർക്ക് ഇത് യൂസ്ഫുൾ തന്നെയാണ്. കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു ഇതിപ്പോൾ കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെറുതെ ആയില്ലേ, ഒന്നുമില്ല, ഇത് നമുക്ക് ഓൺ ഗ്രിഡിലേക്ക് മാറ്റാം. എങ്ങനെയാണെങ്കിലും അവർക്ക് കറണ്ട് പ്രൊഡക്ഷൻ നടക്കും കേട്ടോ. ഏതായാലും അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി നമ്മൾ കുറച്ച് ബൾബുകൾ മേടിച്ച് ഇവിടെ ഇട്ട് മൊത്തം ഒന്ന് കത്തിച്ച് നോക്കാമെന്നുള്ള പരിപാടി കേട്ടോ. ഇത് നമ്മൾ കോൺക്രീറ്റ് തുളയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് കറണ്ടില്ലാത്ത ഇതെന്താ ചെയ്യുന്നത് ഒന്നരപ്പ? ഇത് മഴവെള്ളം വന്ന് എങ്ങാനും ഇതിൽ ഒഴുകി വന്നല്ലേ? ഒഴുകി വന്നു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഇവിടെ നിന്ന് തുള്ളിയായിട്ട് താഴേക്ക് പോകാൻ മെയിൻ സ്വിച്ചിൻ്റെ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ മുൻകൂട്ടി ചെയ്ത കേട്ടോ. അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു UPS-ൻ്റെ അല്ലെങ്കിൽ ഇൻവെർട്ടറിൻ്റെയും മറ്റ് സോളാറിൻ്റെയൊക്കെ വർക്ക് ചെയ്തു തന്നത് ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ഇസ്മായിൽ പുളിന്താനം. എവർ സ്മൈൽ പവർ സൊല്യൂഷൻ ആണ് പേര്. ഓക്കെ. എത്ര വർഷം ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? നമ്മളൊരു 28-29 വർഷത്തോളമായി. ചെറുപ്പം മുതലേ ഇത് തന്നെയാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം ഇലക്ട്രോണിക്സ് എല്ലാം പഠിച്ചിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയാണ്. ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ? ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറേ ഒരു കറണ്ട് പോലും ഇല്ലാത്തൊരു ഏരിയയിൽ ആദ്യമായിട്ടാണ് കറണ്ട് ഇല്ലാത്തടത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇങ്ങനെയുള്ള ആൾക്കാരില്ലേ, അതായത് മീൻസ് കുറച്ച് ബാക്ക് ഇതായിട്ട് നിൽക്കുന്നത്, അവർക്ക് ഞാൻ ചെയ്ത് കൊടുത്തത് ആദ്യമായിട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതെല്ലാം പിന്നെ പൈസയുള്ള ആൾക്കാരാണല്ലോ ചെയ്യുന്നത്. ഇവർക്ക് പിന്നെ ആ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നമ്മുടേതായ കുറച്ച് എഫേർട്ട് എല്ലാം കൂടുതലിട്ട് കുറച്ച് വളരെ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ലാഭനഷ്ടങ്ങൾ പറ്റിയൊരു ചിന്തയില്ല നമുക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആണല്ലോ. ഒന്നാമത് കാടിൻ്റെ നടുക്ക് ആന കാര്യങ്ങൾ, അത് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണല്ലോ അവർ. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ, മാനസിക സന്തോഷം. എന്തായാലും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് ഇവരുടെ വീട്ടിലുള്ള എല്ലാ അത്യാവശ്യ സാധനങ്ങളും ഉപയോഗിക്കാൻ പറ്റും. മിക്സി അടക്കം വർക്ക്, ഒരു സാധാരണ രീതിയിലൊരു മിക്സിയല്ലേ വേണ്ടു, അതടക്കം ഉപയോഗിക്കാൻ പറ്റും ഇവർക്ക്. കറണ്ട് ഇല്ലാതെ ടി വി എല്ലാം ഉപയോഗിക്കാൻ പറ്റും. TV, ലൈറ്റുകൾ, ഫാൻ എല്ലാം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതെ. ഇനി ഭാവിയിൽ ഇപ്പോൾ കറണ്ട് വന്നാൽ ഇത് ഓൺ ഗ്രിഡിലേക്ക് മാറ്റാം. കറണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കറണ്ട് ഉണ്ടെങ്കിൽ കറണ്ടിലും ഇല്ലാത്തപ്പം മീൻസ് ബാറ്ററി ചാർജ് തീരുന്നവരെ ഈ സോളാറിൽ വർക്ക് ചെയ്യും. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. കറണ്ട് വന്നാലും ഇത് തന്നെ അവർക്ക് യൂസ് അതായത് ഇവർക്ക് ഭാവിയിലേക്കും ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിൽ തന്നെ ചെയ്തത്. അത് കാരണം MPPT കുറച്ച് ഇതായിട്ടുള്ള വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പേര് എവർ സ്മൈൽ അല്ലേ? എവർ സ്മൈൽ പവർ സൊല്യൂഷൻ. ഓക്കെ. താങ്ക് യു. പോയിട്ട് എല്ലായിടത്തും പിടിപ്പിക്കാം കേട്ടോ. എന്തെങ്കിലും വാ ഉപയോഗിക്കാണ്ടിരുന്നിട്ടല്ലേ?
ശരിയാവരെ വിളിച്ചോ. ചേട്ടാ അപ്പം നമ്മുടെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കറണ്ട് ഓണാക്കി നോക്കിയാലോ? ഓണാക്കി നോക്കാം. സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തോ. നേരത്തെ പറഞ്ഞു തന്നില്ലേ? താഴേക്ക് ഓണായി. ഇനി നമുക്ക് കത്തിയോ? ഇല്ലല്ലോ, സ്വിച്ച് ഓണാക്കാം. ഞാൻ സ്വിച്ച് ഒക്കെ എന്നിട്ടേ എല്ലാം സ്വിച്ച് എല്ലാം ഇട്ടോ. എല്ലാം ഇടും. 3 ഇവിടെ ഒരെണ്ണം കത്തി. ഓക്കെ, ഇനി അടുത്ത എല്ലാ റൂമിലും ഇട്. ഇത് കത്തിയില്ലല്ലോ. അത് സ്വിച്ച് ഇവിടെ ആയിരിക്കും. ലൈറ്റ് കത്തി. ഓണായില്ലേ? എന്താ പറ്റിയ? അത് ഇതാക്കിയായിരുന്നോ? ഈ ഒരു ഹോൾഡറിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. നമ്മൾ വരുന്ന ദിവസം ശരിയാക്കുന്നതായിരിക്കും കേട്ടോ. ബാക്കി എല്ലാ റൂമിലും ആയി. ഇവിടെ കത്തിയില്ലേ? അവിടെ കത്തുന്നുണ്ട്. ഓണല്ലേ? ഒന്ന് ഉണക്കിക്കേ. നോക്കിയേ, അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച്. എല്ലാ റൂമിലും വിളിച്ചു കേട്ടോ. ഈ പുറത്തെയോ? പുറത്തൊക്കെ ഉണ്ടല്ലോ. ഉണ്ടല്ലോ അല്ലേ? എല്ലാം കത്തുന്നുണ്ട്. എല്ലാം കത്തി കേട്ടോ. എല്ലാ റൂമിലും. ഇതും കത്തിയിട്ടില്ലേ? അതും കത്തുന്നുണ്ട്. എല്ലാം കത്തി കേട്ടോ. രമേശ് ചേട്ടാ, സന്തോഷമായോ? സന്തോഷമായി. ഇവർക്ക് എങ്ങനെയാ നന്ദി പറയാമെന്ന് അറിയില്ല. ചേച്ചിക്കും സന്തോഷമായി. എങ്ങനെയാണ് ഞങ്ങൾ നന്ദി പറയേണ്ടത്? ഇത്ര വലിയൊരു ഉപകാരം ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ സങ്കടമാണ് വരുന്നത്, ചിരിയാണ് വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതേപോലെ ഇപ്പം എൻ്റെ കഷ്ടപ്പാട് മാറി. ദൈവം കാക്കട്ടെ, രക്ഷിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയും. എനിക്ക് ഈ ഉപകാരം ചെയ്ത ചേച്ചിമാരിക്കും. ഇത് ബിനോജ് എന്ന് പറഞ്ഞ ചേട്ടനാണ്, സൗദി അറേബ്യയിലുള്ള കേട്ടോ, പുറത്തുള്ള. അപ്പൊ ചേട്ടനാണ് ഇത്. നിങ്ങളുടെ അന്നത്തെ ആ വീഡിയോ ഇല്ലേ, ആദ്യം നമ്മളെടുത്ത അത് കണ്ടിട്ട് ആ ചേട്ടൻ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ നിങ്ങൾക്ക് കറണ്ടിന് വേണ്ട സഹായം ചെയ്തു തരാന്ന് കേട്ടോ. അപ്പൊ ബിനോജ് ചേട്ടനാണ് ഇത് ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്ക് വരുന്ന ദിവസം നമുക്ക് ഇനി കിണർ പണി ബാക്കി കൂടെ തീർക്കണം. അതാണ് ഇനി നമ്മളെ പരിപാടി കേട്ടോ. എത്രയും പെട്ടെന്ന് കിണറിന്റെ പണി തീർക്കണം. അപ്പൊ പണിക്കാരൊക്കെ സെറ്റാക്കി വെച്ചോ കേട്ടോ. കേട്ടോ, തിങ്കളാഴ്ച നമുക്ക് റെഡിയാക്കാം. ഓക്കെ. ഇനിയിപ്പോ കല്ലൊക്കെ കയറ്റി കഴിഞ്ഞില്ലേ? അപ്പൊ ഇനിയിപ്പോ ഒരു ലോഡും കൂടെ നമുക്ക് ഇറക്കാം. നാളെ മറ്റന്നാളായിട്ട് വരും കേട്ടോ. അപ്പൊ ഇനിയിപ്പോ രാത്രി വെളിച്ചമായല്ലോ അല്ലേ? രാത്രി വെളിച്ചമായി. സന്തോഷമായി. ആനക്കാട്ടില് ഞാൻ വളരെ കഷ്ടപ്പെട്ടു. ചാർജ് ചെയ്യാനൊന്നും ഇനി വേറെ വീട്ടിൽ കൂടെ ഒന്നും പോകണ്ടല്ലോ. വേണ്ട, ഒരാളുടെ വീട്ടിലും പോണ്ട. സന്തോഷമായി. ഏതായാലും അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതായിരുന്നു. മൊബൈൽ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ എമർജൻസിയോ ടോർച്ചൊക്കെ ചാർജ് ചെയ്യാൻ ഇവർ കുറേ ദൂരം അപ്പുറമുള്ള ഒരു വീട്ടിലൊക്കെ കൊണ്ടുപോയി ചാർജ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. അത് അവർ നേരിട്ടുകൊണ്ടിരുന്ന വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും അതൊക്കെ മാറിയില്ലേ? മാറി. ഓക്കെ. ഏതായാലും കറണ്ട് കിട്ടിയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇലക്ട്രിക്കൽ വർക്കും കൂടെ ഉണ്ട്. കാരണം ഇവർക്ക് പുറത്ത് വീടിന് ചുറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിലും കൂടെ ആക്കണം കേട്ടോ. അതും കൂടെ ആക്കി കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കിട്ടും. അപ്പൊ ശരി കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ അത് പ്രവർത്തിപ്പിക്കേണ്ട രീതിയൊക്കെ ചേട്ടൻ പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെയും ഈ ഭാഗത്തൊക്കെ ബൾബുകൾ കൊടുക്കാനാണ് കേട്ടോ. അതും കൂടെ ആയിക്കഴിഞ്ഞാലേ ഈ ഒരു പണി പൂർത്തിയാവുള്ളൂ. ഏതായാലും ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒത്തിരി കൂടിപ്പോയി. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ഒത്തിരി തന്നെയാണ്. ഒത്തിരി സന്തോഷമുള്ളതുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ അത്തരത്തിൽ പറഞ്ഞു പോയത് കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം 1.5 മാസം മുന്നേ നമ്മളിവിടെ വരുമ്പോൾ എന്തായിരുന്നു അവരുടെ സ്ഥിതിയിൽ നിന്ന് നിങ്ങൾ കണ്ടതാണ്. അതിന് മുന്നേ 1 വർഷം മുന്നേ ഞാൻ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. അന്ന് ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. ഒന്നുമില്ലായിരുന്നു. അവരുടെ ആ വീട് പോലും കഷ്ടി കാണാനുണ്ടായിരുന്നു. ഞാൻ അന്നൊക്കെ വിചാരിച്ചു ഇവിടെ ആരും താമസമില്ലായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് അവർ താമസിക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി, വിഷമം തോന്നി. അന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിൽ കൂടെ തന്നെ പറഞ്ഞതും കാണിച്ചതൊക്കെയാണ്. പക്ഷേ അന്ന് നമ്മുടെ ചാനലിൽ നിങ്ങൾക്കറിയാം, 1 വർഷം മുന്നേ നമ്മുടെ ചാനലിൽ ഒന്നുമല്ലായിരുന്നു. ചെറിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാണികളില്ലായിരുന്നു, ആൾക്കാരത് കാണാനില്ലായിരുന്നു. അപ്പോൾ അത് സാധാരണ ഒരു വീഡിയോ പോലെയൊക്കെ നമ്മളങ്ങനെ ചെയ്തു പോയി. ഇപ്പോൾ 1 വർഷത്തിന് ശേഷം എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതുപോലെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പോകുന്ന സ്ഥലത്തുള്ള നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാറുണ്ട്. അവരുടെ കോൺടാക്റ്റ് മേടിച്ച് ഇടയ്ക്കൊക്കെ അവരെ വിളിച്ച് അവരുടെ ക്ഷേമമൊക്കെ അന്വേഷിച്ച് അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ. നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ കേട്ടോ. നമ്മളെ വലിയ സ്വീകരണമൊന്നും തരണമെന്നല്ല പറഞ്ഞത്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന രീതി ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാം, ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ഇതുപോലെ വീഡിയോ എടുക്കാൻ പോയൊരു സ്ഥലത്തു നിന്നാണ് നമ്മളെ ഉപദ്രവിച്ചതും നമ്മുടെ മൈക്കൊക്കെ നശിപ്പിച്ച കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകളുമായിട്ടല്ല
നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് ഞാൻ എപ്പോഴും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഈ ചേട്ടനോടും വല്ലപ്പോഴുമൊക്കെ വിളിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഒരു ദിവസം അങ്ങ് വന്ന് ഇവിടെ വന്ന് അവരെക്കുറിച്ച് ഒരു വീഡിയോയും കൂടെ ചെയ്തതാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി, അങ്ങനെ ചെയ്തു. അതിനുശേഷം നടന്നതൊക്കെ വലിയ അത്ഭുതമാണ് കേട്ടോ. അത് നിങ്ങളൊക്കെ കഴിഞ്ഞ 1.5 മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ അത്ഭുതങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ഭുതം തന്നെ പറയണം. കാരണം ഇങ്ങനെ സഹായിക്കാനായിട്ട് ഒത്തിരി പേരില്ലാതെ നമുക്കിതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം, എനിക്ക് എന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സാധിക്കില്ല. നമ്മളിങ്ങനെ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നല്ലാണ്ട് നമ്മൾ ഇതുപോലെ വലിയ ഒരു കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കാമെന്നുള്ള ആ ഒരു ലെവലിലേക്കൊന്നും ഞാനൊന്നും എത്തിയിട്ടില്ല ഇതുവരെ. പക്ഷേ അങ്ങനെ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് കണ്ട് നമ്മളെ സഹായിക്കാനായിട്ട് ഇങ്ങനെ ഓരോരുത്തർ മുന്നോട്ട് വന്നുകൊണ്ടാണ് അതൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ബിനോജ് എന്ന് പറഞ്ഞ ചേട്ടൻ സൗദി അറേബ്യയിൽ സെറ്റിലായിട്ടുള്ള ആളാണ്. ആ ചേട്ടൻ നമ്മുടെ വീഡിയോ കണ്ട് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുമായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചോ, നമുക്ക് അത് ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പോഴാണ് നമ്മൾ ആ സമയത്തായിരുന്നു ഇവരുടെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നമുക്ക് അവർക്ക് കറണ്ടിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അന്വേഷിച്ച് ആണ് പിന്നെ അവർക്ക് സോളാർ ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിയത്. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് ആലോചിച്ചു. സോളാർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട, പിന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു പേപ്പർ വർക്ക്സിൻ്റെ നൂലാമാലകളൊന്നുമില്ല, പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ നടക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ആ സോളാറിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മൾ ഏറ്റവും നല്ല സാധനങ്ങൾ തന്നെ വെച്ച് കൊടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ കുറേ എൻക്വയറി ചെയ്തു. അങ്ങനെ അവസാനം നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഫിറ്റ് ചെയ്തു കേട്ടോ. അതിനെല്ലാ സാധനങ്ങൾക്കും 5 വർഷവും വാറണ്ടിയുണ്ട്. പാനലിനൊക്കെ 25 വർഷവും വാറണ്ടിയുണ്ട്. ഏതായാലും വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അത് വളരെ സന്തോഷം. ലൈറ്റൊക്കെ ഒന്ന് കത്തി കാണുമ്പോൾ വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമുക്കറിയാം, അവർക്ക് ആ വീട് പണിത് കൊടുത്തതിന് ശേഷം ആ ഹോൾഡറും സ്വിച്ചുകളൊക്കെ അങ്ങനെ കിടക്കുന്നതല്ലാണ്ട് അതൊന്നും ആക്റ്റീവായിട്ടില്ല. അപ്പോൾ അത് കത്തുവോ ഇല്ലയോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഏതായാലും കത്തി. പക്ഷേ അടുക്കളയിലത്തെ മാത്രം കത്തിയില്ല. അതിനിപ്പോൾ നമുക്ക് വേറെ വയറിങ്ങുകാരെ വിളിച്ച് ഇനിയിപ്പോൾ പുറത്തൊന്നും ബൾബിടാനുള്ള ഒറ്റ ഹോൾഡർ മാത്രമേ പുറത്തുള്ളൂ. വീടിൻ്റെ മുമ്പ് വശത്ത് ഒരെണ്ണം. അപ്പോൾ നമുക്കറിയാം, ഇത് ആനകളൊക്കെ ഉള്ള അല്ലെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ ഉള്ള വലിയ ബുദ്ധിമുട്ട് നേരിടുന്നൊരു പ്രദേശമാണ്. അപ്പോൾ അവർക്ക് വീടിന് ചുറ്റും ലൈറ്റ് വേണമെന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട്. അവർക്കില്ലെങ്കിൽ പോലും എനിക്കുണ്ട്. അപ്പോൾ ആ വെളിച്ചം അവർ കാണണം. എങ്കിലും അതിനൊക്കെ ഉള്ള സൗകര്യമുള്ള ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ബൾബും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ പുറത്തുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ബൾബും കാര്യങ്ങളൊക്കെ ഇട്ട് അവർക്ക് മുഴുവൻ ലൈറ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അടുക്കളയിലത്തെയും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ കുറേ നോക്കി, അത് ഉപയോഗിക്കാതിരുന്ന് ഒരു പക്ഷേ അത് കേടായിപ്പോയതോ ദ്രവിച്ചു പോയതൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകട്ടെ. ഏതായാലും ഒത്തിരി സന്തോഷം. ബിനോജ് ചേട്ടന് 1000 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ അവരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ബിനോജ് ചേട്ടന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മളിനി വരും ദിവസങ്ങളിൽ ഇനി അവരുടെ കിണറിൻ്റെ ബാക്കി പണിയും കൂടെ തീർക്കണം. അതുകൂടെ കഴിഞ്ഞാലേ നമ്മുടെ ഈ ഒരു പരിപാടി അവസാനിക്കുകയുള്ളൂ കേട്ടോ. അതിങ്ങനെ അവസാനിക്കാതെ ഇച്ചിരി നീണ്ടുപോയി. അത് എല്ലാവർക്കും ബുദ്ധിമുട്ടായി, എനിക്കും ബുദ്ധിമുട്ടായി, അവർക്കും ബുദ്ധിമുട്ടായി. അതുപോലെ തന്നെ നമുക്ക് അത് സ്പോൺസർ ചെയ്ത ആളുകൾക്കും ബുദ്ധിമുട്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പണി തീർക്കണം. പിന്നെ മാത്രമല്ല, നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ പുതിയ ചിലവുകൾ അഡീഷണൽ കയറി വന്നു. നിങ്ങൾ കണ്ടാണ്, ഒരു ലോഡ് കല്ലുകൊണ്ട് തീരുമെന്ന് വിചാരിച്ചപ്പോൾ അത് തീരുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് ഒരു ലോഡും കൂടെ കല്ലടിക്കണം. അതുമാത്രമല്ല, ഇപ്പോൾ ടാങ്ക് വറ്റിക്കാനായിട്ട് മോട്ടറും ജനറേറ്ററൊക്കെ വാടകയ്ക്ക് എടുത്ത് ചെയ്യണം. ഇപ്പോൾ പിന്നെ ഈ കല്ല് വഴിക്ക് വെച്ച് ലോറി കുടുങ്ങിപ്പോയി, കല്ല് അവിടെ ഇറക്കി വെച്ച് ഇറക്കേണ്ടി വന്നു. അങ്ങനെ ഇറക്കിയത് പിന്നെയും നമ്മൾ ലോഡ് ചെയ്യാനായിട്ട് പിന്നെയും നമ്മൾ പൈസ കൊടുക്കുകയാണ്. കൂലിയൊക്കെ കൊടുത്ത് ആൾക്കാരെ കൊണ്ട് 2 ദിവസം മത്സരിച്ച് 2-3 ദിവസം അവർ ഒരു പണിയൊക്കെ എടുത്തിട്ടാണ് ആ കല്ലൊക്കെ അങ്ങോട്ട് കയറ്റിയത്. നിങ്ങൾ കണ്ടാണ് എത്രത്തിലാണ് കൊണ്ടുവന്നത്. ആ ചെളിക്കകത്ത് തെന്നി വീഴുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അവരും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവരെ ഒത്തിരി ഫോഴ്സ് ചെയ്യാനും പറ്റില്ല. അവർ ചെയ്യുന്ന പോലെ ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ കറണ്ട് കിട്ടിയാലും സന്തോഷം. ഇനി അങ്ങോട്ട് കിണറിൻ്റെ പണികളെ തീർന്നു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.